ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ ഒഴിവാക്കി ദൂരേക്ക് പോയപ്പോൾ ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രമാത്രം തിരിച്ചടികൾ ഈ വ്യക്തിക്ക് ലഭിക്കുമെന്ന്. ഇന്നിപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സലിയുവാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവാണ്, പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ പറയുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, കുറച്ച് സംശയങ്ങളുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻസും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ലെറ്റ് മീ ചെക്ക് ദ ഫസ്റ്റ് കാർഡ്. ഫസ്റ്റ് എനർജി എന്താണെന്ന് നോക്കാം. അതായത് ഈ വ്യക്തിക്ക് എന്താണ് അതായത് പണ്ട് മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ആ പേഴ്സണെ വിചാരിച്ചിട്ട് ഈ ഒരു റീഡിംഗ് കാണണം. ആൻഡ് ഓൾസോ നമുക്ക് ഫസ്റ്റ് കാർഡ് എനർജി കിട്ടിയിട്ടുള്ളത് നമ്പർ 24 ആണ്. അപ്പോൾ അത് ഒരു ഇംബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടിന്റെ ഇരട്ടയാണ് 4. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റക്ക് ഇൻ ദ മഡ് ആണ്. അതായത് വളരെയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് എലിഫന്റ്, അല്ലേ? ആന എന്ന് പറയുന്നത് അത്രയും രൂപത്തിലാണെങ്കിലും പ്രവൃത്തിയിലൊക്കെ ആണെങ്കിലും അല്ലേ, വയലന്റ് ആയി കഴിഞ്ഞാലൊക്കെ അങ്ങേയറ്റം എന്താ പറയാ, ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാഴ്ചയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ആനക്ക് പോലും മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്രയും ചെളിക്കുണ്ടിലാണ് ഈ ഒരു ആന നിൽക്കുന്നത്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ എനർജിയാണ്. കാരണം ഈ പേഴ്സൺ അത്രയും പവർഫുൾ ആണ്. ഈ പേഴ്സന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിലും പെരുമാറ്റം വെച്ചിട്ടാണെങ്കിലും പാരമ്പര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടാണെങ്കിലും ഒക്കെയും ഈ പേഴ്സൺ വളരെ പവർഫുൾ ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ഈ പേഴ്സണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിലൂടെ എന്താണ് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സണ് നിങ്ങളിലോട്ടുള്ള എനർജിയാണ് ഇത്രയും സ്റ്റക്കായിട്ട് കിടക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അത് മേ ബി ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലായിരിക്കാം. അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലോ മറ്റേതെങ്കിലും മേഖലകളിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിത് നിങ്ങളിലേക്കുള്ള എനർജിയാണ് ഞാനിത് നോക്കിയിട്ടുള്ളത്. സോ അതാണ് നമുക്ക് ഈ ഒരു സ്റ്റക്നെസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ഏത് കണക്ഷൻ ആയിക്കോട്ടെ, ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുത്തിക്കുന്നത് ഒരു സ്റ്റക്നെസ് ആണ്. നിങ്ങളുടെ കാര്യം എന്താണ്, പിന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നിങ്ങളോട് പറയാൻ പറ്റും? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഈ വ്യക്തിക്ക് ഒരു മറുപടി തരാൻ പറ്റും? ഒരിക്കലും പറ്റില്ല, അല്ലേ? കാരണം ഇവിടെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണപ്പെടുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളോടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോടുള്ള ഒരു മനോഭാവം, അത് സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ
ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, അതായത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. വി ഗോട്ട് ദ പേജ് ഓഫ് ഫയർ ആണ്. അതായത് ഈ പേഴ്സൺ പല കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം, പെരുമാറ്റ രീതിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് പറയുന്നുണ്ടാകാം, ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ആള് നിങ്ങളാണ്, നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും ഈ പേഴ്സൺ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. അത് സംതിങ് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിയമപരമായിട്ട് എന്ന് പറയുന്നത് ഇതിപ്പോ ഒരുപാട് പേര് കാണും അല്ലെ, ഒരുപാട് പേരുടെ എനർജി ഇവിടെ വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മേ ബി ഈ പേഴ്സൺ നിങ്ങളെ കല്യാണം കഴിക്കാൻ വരുന്നത് ചിലപ്പോൾ ഈ പേഴ്സന്റെ സെക്കൻഡ് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ഡിവോഴ്സ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഡിവോഴ്സ് ആകാനായിട്ട് നിൽക്കുന്നുണ്ടാകാം. സോ ഇവിടെ എന്തുകൊണ്ടോ ഒരു നിയമപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ പോലും മേ ബി നിങ്ങൾ ഡിഫറെന്റ് റിലീജിയൻ ആയിരിക്കാം, വേറെ വേറെ മതമായിരിക്കാം. സോ അതിൻ്റെ ഒരു നൂലാമാലകൾ നമുക്ക് നിയമപരമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നിയമപരമായിട്ട്. അപ്പൊ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം എന്താ പറയാ, ഒരു നല്ല രീതിയിൽ തടസ്സപ്പെടുത്തുന്ന ആ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷനെ കുറിച്ചല്ല ഈ പേഴ്സൺ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. പകരം ഈ പേഴ്സൺ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ള ആ ഒരു പ്രസന്റ് ഇഷ്യൂ, അതായത് അത് കൂടുതലും നിയമപരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം എന്താണോ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂർച്ചേറിയ വാള് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതൊരു യുദ്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ യുദ്ധം എന്ന് പറയുമ്പോൾ അത് തികച്ചും അല്ലേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയാണ്. കാരണം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ പോലും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു നീതി ലഭിച്ചു കഴിയുമ്പോൾ മാത്രമേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് ആ ഒരു കാഴ്ചപ്പാട്? യെസ്, ദ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ആ ഒരു അടിത്തറ ഇപ്പോഴും ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സണ് അത്രയും അധികം ദുഃഖവുമുണ്ട്, വിഷമമുണ്ട്. കാരണം ആ ഒരു അടിത്തറ, കാരണം നിങ്ങളോട് ഉറപ്പിച്ച് പറയാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. ഓക്കെ, റെഡി ആയിട്ട് നിന്നോളൂ, അല്ലെങ്കിൽ ഞാൻ വിവാഹം ചെയ്യാൻ വരും, അല്ലെങ്കിൽ ഞാൻ നിന്റെ ലൈഫിലേക്ക് വരും, നീ ഓക്കെ ആയിട്ട് ഇരുന്നോളൂ, എല്ലാം ഓക്കെ ആണ്, എല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സണ് നിങ്ങളോട് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ പേഴ്സൺ പോയിട്ടുള്ളത്, ദൂരേക്ക് പോയിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തിന് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോയി. ബിക്കോസ് ഈ ഒരു അടിത്തറയില്ലാതെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഈ പേഴ്സണ് വന്ന് പറയാൻ പറ്റും ഐ ലവ് യു, ദെൻ ക്യാൻ വി സ്റ്റാർട്ട് എ ഫാമിലി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലി ലൈഫിനോട് നല്ല രീതിയിൽ നീതി പുലർത്തുകയും അതിനോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കൂടി ഉള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം, എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, വരുന്ന വഴിക്ക് കാണാം, എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തിയല്ല ഈ പേഴ്സൺ. ഈ പേഴ്സൺ വരക്കുന്ന വരയിലൂടെ ജീവിതം പോണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ ലൈഫ് പോണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അതിന് അങ്ങേയറ്റം പെർഫെക്ഷൻ ആണ് ഈ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫ്യൂച്ചർ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഒരു ഫാമിലി ലൈഫ് പ്ലസ് ഒരു അടിത്തറയുള്ള ഒരു കുടുംബം,
അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോയിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്താണോ തരാൻ പറ്റുന്നത്, അന്ന് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. മനസ്സിലായോ? അതാണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ സ്വസ്ഥമായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. ധാരാളം തിരിച്ചടികൾ ഈ വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ. നിയമപരമായിട്ടും പല നൂലാമാലകൾ, പ്രശ്നങ്ങളൊക്കെ ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ആൻഡ് ഓൾസോ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു പ്രപഞ്ച ശക്തി, യൂണിവേഴ്സൽ പവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യെസ്, വി ഗോട്ട് ദ മാസ്റ്റർ ബുദ്ധ, ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്, ഡീപ് കണക്ഷൻ, ട്രസ്റ്റ് യുവർ ഇന്നർ വോയിസ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന പല കാര്യങ്ങളും സത്യമാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ശ്രീബുദ്ധൻ ഭഗവാൻ അല്ലെ, ഭഗവാനല്ല, മാസ്റ്റർ ഗുരുവാണ് അല്ലെ. ശ്രീബുദ്ധൻ ബുദ്ധമതത്തിലുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. ഇനിയിപ്പോൾ ബുദ്ധമതത്തിലുള്ളവർ തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ശ്രീബുദ്ധനെയൊക്കെ മീൻസ് നിങ്ങൾ ശ്രീബുദ്ധൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. ഇനി ഒന്നും അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടാകാം. ഓക്കെ. അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും വാക്കുകളായിരിക്കാം, എന്തെങ്കിലും സെന്റൻസുകളായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതിമകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു കാരണം ആളുടെ ഒരു പ്രസൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊരു ഡീപ്പ് കണക്ഷനിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആകില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഈ ഒരു സ്പിരിച്വൽ നമുക്ക് ആ ഒരു അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ധ്യാനം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പ്രയർ, അതായത് ഉപവാസ പ്രാർത്ഥന, ധ്യാനം, പിന്നെ ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിലൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ മന്ത്രങ്ങൾ തന്ത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാനും കൂടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്. നിങ്ങളുടെ മനസ്സിലേക്ക് മോശപ്പെട്ട ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റി വെക്കണമെന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒന്ന് നെഗറ്റീവ് വിചാരിച്ചാൽ മതി, ചിലപ്പോൾ അതോടുകൂടി എല്ലാം തീരും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇട്ട് അലട്ടാൻ പാടില്ല. നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകുമ്പോൾ അത് വേഗം തന്നെ കട്ട് ഓഫ് ചെയ്തിട്ട് പോസിറ്റീവ് വൈബിലേക്ക് വരാനായിട്ട് നോക്കണം. ഓക്കെ. അപ്പൊ അത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്. അത് എപ്പോഴും എന്താണ് ഒരു അലേർട്ട് ആയിട്ടിരിക്കണം. ഓക്കെ. അത് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. പശ്ചാത്തപിക്കുന്നുണ്ടോ, അതായത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തിക്ക് ദൂരേക്ക് പോയതിന് എന്താ പറയാ, പശ്ചാത്തപിക്കുന്നുണ്ടോ, റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം. ലെറ്റ് മീ ചെക്ക്. യെസ്, ദ 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വി ക്യാൻ ഫൈൻഡ് ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു കപ്പ് ഓഫ് ലവ് അല്ലെ. രണ്ടുപേരും രണ്ട് ലവേഴ്സ് ആണ്. മനോഹരമായിട്ടുള്ള വീടുണ്ട്. അപ്പൊ എപ്പോഴും ഈ വ്യക്തിക്ക് ഒരു ഫാമിലി വേണം എന്നുള്ളത് ഈ വ്യക്തിയുടെ ഒരു എന്താ പറയാ, ഒരു അങ്ങേയറ്റം ഉള്ളൊരു ആഗ്രഹമാണ്. ഒരു ഫാമിലി, നല്ലൊരു വീട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഒറ്റയ്ക്ക് പ്രൈവസിയോട് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് എപ്പോഴും ഉണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ. ഓക്കെ. അത് മാത്രമല്ല, ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും ഉണ്ട്. ഇറ്റ്സ് എ ന്യൂ മൂൺ, 2 ഓഫ് കപ്സ് ആണ്. ആൻഡ് ഓൾസോ രണ്ട് പേര് നിന്നിട്ട് സ്നേഹത്തിന്റെ ആ ഒരു കപ്പ് ഓഫ് ലവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ ദൂരേക്ക് വിട്ടു പോയതിന് പശ്ചാത്തപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ പൊറുക്കും. മനസ്സിലായോ? നിങ്ങൾ ക്ഷമിക്കാൻ ഉള്ള മനസ്സുള്ള, അങ്ങേയറ്റം ക്ഷമയുള്ള വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങളെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയും ഈ പേഴ്സൺ അറിയാം. പക്ഷെ നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയല്ലോ, പക്ഷെ എന്നാൽ പോലും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ പേഴ്സന്റെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ബിക്കോസ് നിങ്ങളാണ് ഈ പേഴ്സന്റെ ലൈഫ്.
ഓക്കെ. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കും. നിങ്ങളുടെ അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് ക്ഷമിക്കുകയും ഭൂമിയോളം ക്ഷമയുള്ള ആൾക്കാരായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ കൊണ്ട് ഗതികേട് കൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകേണ്ടി വന്നത്, ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടി വന്നത്. ബട്ട് ഈ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്ത് ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ പ്രാക്ടിക്കലാണ്, നിങ്ങൾ ക്ഷമിക്കും എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് പശ്ചാത്താപം ഈ പേഴ്സണെ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്നേഹമുണ്ട്. അതൊരിക്കലും വറ്റിത്തീരാത്ത സ്നേഹം തന്നെയാണ് ഈ പേഴ്സണ് ഉള്ളത്. ഓക്കെ. ആൻഡ് ഓൾസോ ദെൻ എന്താണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിന്നിട്ടുള്ളത്? യെസ്, സാക്രിഫൈസ് ചെയ്യണം. കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സണ് എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം. എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ, സാക്രിഫൈസ് ചെയ്യണം. അതായത് ത്യജിക്കണം. എന്തൊക്കെയോ പല കാര്യങ്ങൾ ഇവിടെ കളയണം, ഉപേക്ഷിക്കണം. അതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിതൊരു കളർഫുൾ ആയിട്ടുള്ള പിക്ചർ ആയിട്ട് തോന്നുമെങ്കിലും താഴെ ഇങ്ങോട്ടൊരു ഒരു ബ്ലർ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റണം. അത് മേ ബി ഈ പേഴ്സന്റെ പാരൻസ് തന്നെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഈ പേഴ്സന് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഓക്കെ. പാരൻസ് എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓരോരുത്തരുടെയും കേസുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അത് വലിയൊരു ഒബ്സ്റ്റാക്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു തടസ്സം തന്നെയാണ്. കാരണം അത് ത്യജിക്കുക, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു പുതിയ തുടക്കം തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെ ആകും. കാരണം വന്നതും നിന്നതും പോയതൊക്കെ വെറുതെ ആയി പോവും. അത് ഈ പേഴ്സൺ അറിയാം. ഓക്കെ. പക്ഷെ ആ ഒരു തിരിച്ചടികളൊക്കെ ഈ പേഴ്സൺ അനുഭവിച്ച് ഈ പേഴ്സൺ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലേക്കൊന്നും പോയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഊരിപ്പോരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. മേ ബി ഇതൊരു സെക്കൻഡ് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം, വിഡോ ആയിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. സോ ഇത് വലിയൊരു എന്താ പറയാ, ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു കൺവിൻസിങ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് കാർഡിൽ എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റിപ്പിടിക്കാനായിട്ട് പലവരും ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ഡയറക്ഷനിലേക്ക് വിടാനായിട്ടൊക്കെ പലവരും നിങ്ങളെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല രീതികളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് സത്യം, ഏതാണ് കള്ളം എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ കാർഡ് കണ്ടിട്ട് പറയാൻ സാധിക്കുന്നത് യു ഡോണ്ട് നീഡ് സമ്മൺ എൽസ് ടു ഫിക്സ് യു എന്നാണ്. വേറെ ആരും വന്ന് പറഞ്ഞിട്ട് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. വേറെ ആരുടെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന പക്വത നിങ്ങൾക്കുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ പലപ്പോഴും ദുർബലരാകാറുണ്ട്. ഓ സോറി, എനിക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല പ്രായമുണ്ട് പക്ഷെ മെച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ എങ്ങാനും തെറ്റായി പോയാലോ, അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ പാരൻസിന്റെ അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ അഭിപ്രായം ചോദിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ നോക്കി നടക്കുമ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കാണാതെ പോകും. മനസ്സിലായോ? അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനെയും കൂടി നല്ല രീതിയിൽ ബാധിക്കും. ബിക്കോസ് നിങ്ങൾ പാവ കളിക്കുന്നത് പോലെയാകും. പാവ എങ്ങനെയാണ് മറ്റുള്ളവര് കൺട്രോൾ ചെയ്യുന്നത് പോലെ പാവ നീങ്ങും അല്ലേ? അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ മാത്രം നോക്കുക.
നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ മാത്രം ചിന്തിച്ച് അതെടുക്കാനായിട്ട് നോക്കണം. ബിക്കോസ് എല്ലാ കാര്യവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പോകാനോ അവരിലേക്ക് അടിമപ്പെട്ടു പോകാനോ അവരുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഓക്കെ, ഉപദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം, അതൊരു പരിധി വരെ മാത്രമാണ്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ അതാണ് യൂണിവേഴ്സ് പിന്നെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഉള്ളറിവ് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ജ്ഞാനം അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കണം. ഓക്കെ, സോ നിങ്ങളൊരു ഗോൾഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിലപിടിപ്പായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്തവരല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്, അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കുറച്ച് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. യെസ്, ബിസിനസ് കിട്ടിയിട്ടുണ്ട്. മേ ബി ബിസിനസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. ബുഷി ഹെയർ, ചുരുളം മുടി കിട്ടിയിട്ടുണ്ട്. 1999 മേ ബി ജനന വർഷമായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ. ഷാർപ്പ് നോസ് കിട്ടിയിട്ടുണ്ട്. മുടി, വീണ്ടും ഹെയർ കിട്ടിയിട്ടുണ്ട്. ഹെയർ വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു. ഫെയർ സ്കിൻ, ഓക്കെ. ഇയർ, ചെവി. ബോഡി ഷേപ്പ്, നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. ബാങ്കിങ് ഫീൽഡ് കിട്ടിയിട്ടുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നേവി കിട്ടിയിട്ടുണ്ട്. 1980 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വിർഗോ, ഓക്കെ, അത് സോഡിയക് സൈൻ ആണ്. ടോറസ് കിട്ടിയിട്ടുണ്ട്, എർത്ത് സൈൻ, ടോറസ്, വിർഗോ. ഫുഡ്, കാലുകൾ കിട്ടിയിട്ടുണ്ട്. കാല് വളരെ പ്രത്യേകതയായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ. ചർച്ച് കിട്ടിയിട്ടുണ്ട്, പള്ളിയിൽ വെച്ചായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ ഒരുമിച്ച് പോയിട്ടുണ്ടാകാം. യെസ്, 2002, ഓക്കെ, ആ ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. സൺസെറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരുമിച്ച് സൺസെറ്റ് കണ്ടിട്ടുണ്ടാകാം. മേ ബി അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ഇത് നടന്നിട്ടുണ്ടാകാം. കാർ ഡ്രൈവ്, ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടാകാം. സ്റ്റുഡൻറ്റ്, മേ ബി പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, എന്തെങ്കിലും പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം വീഡിയോ തുടങ്ങണതിൻ്റെ തുടക്കത്തിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഒരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.